സിജോ സാർ നമസ്കാരം. നമസ്കാരം. സിനിമയുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. എമ്പുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. എമ്പുരാനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഞാനും എമ്പുരാന് വേണ്ടി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ് എടുത്തതാണ്. എമ്പുരാന് വേണ്ടി ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എടുത്തില്ല, അവസാന നിമിഷം എനിക്ക് ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് രാവിലെ തന്നെ ഇത് ഗുജറാത്ത് കലാപത്തെ ബേസ് ചെയ്തുള്ള സ്റ്റോറിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നു. പോയി കണ്ടു. സംഭവം ശരിയാണ്, ഗുജറാത്ത് കലാപത്തെ ബേസ് ചെയ്താണ് മൊത്തം സിനിമ എടുത്തിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ കോലാഹലങ്ങൾ, വളരെ വലിയ പ്രക്ഷോഭങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ, സൈബർ പ്രക്ഷോഭങ്ങളെല്ലാം അതിഭീകരമായിട്ട് നടന്നപ്പോൾ യഥാർത്ഥത്തിൽ ഈ നറേഷനുകൾ ഭയങ്കര രസമാണ് കേട്ടോ. അത് നറേഷൻ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയ ഒരു നറേഷൻ ഉണ്ട്. ഈ ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ ഈ സിനിമയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഡീകോഡ് ചെയ്യുന്ന ടീമുകളെ കൊണ്ട് ഇരിക്കാൻ നിർവാഹമില്ല. എമ്പുരാൻ ഇലുമിനാറ്റിയാണ്, മറ്റതാണ് ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവരിപ്പോ എടുത്തിരിക്കുന്ന നറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമ്പുരാനിൽ സംഭവിക്കാനിരിക്കുന്ന ഫ്യൂച്ചറാണ് എമ്പുരാനിൽ എഴുതിയിരിക്കുന്നത്. ആ സിനിമ നിങ്ങൾ നോക്കൂ. പൃഥ്വിരാജ് ഇലുമിനാറ്റി ആയതുകൊണ്ടും മുരളി ഗോപി ഇലുമിനാറ്റി ആയതുകൊണ്ടും ആ സിനിമയിൽ എഴുതിയ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ആ സിനിമയിൽ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരും, കണ്ടില്ലേ, വന്നു. ആ സിനിമയിൽ പ്രിയദർശിനി രാംദാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. അപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുമ്പോൾ രാംദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു, ഹാൻഡ് കഫ് ഇടുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ അവര് പറയുന്നു ഇല്ല, ഇന്ന് ഹാൻഡ് കഫ് ചെയ്യണം. എന്നിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി കൈപൊക്കി കാണിക്കുന്നു. അപ്പൊ ജനങ്ങളുടെ ജനപിന്തുണ കൂടുന്നു. സമാനമായ രീതിയിൽ ഇവിടെ എമ്പുരാന്റെ സീനുകൾ വെട്ടാൻ പറയുന്നില്ല, പക്ഷെ അവർ വെട്ടുന്നു. അതാണ് അവരുടെ തന്ത്രം, അതാണ് ഇലുമിനാറ്റി. അങ്ങനെ അവരത് വെട്ടുന്നു. ഇവിടെ ആരും വെട്ടാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ വെട്ടി അവർ ജനസമ്മതി നേടുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നറേഷൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രശ്നം ഇതൊന്നുമല്ല, നമ്മുടെ ചോദ്യം ഇതൊന്നുമില്ല. ഈ സിനിമയ്ക്കുള്ളിലെ കള്ളപ്പണം വെളുപ്പിക്കലാണ്. ഏതൊക്കെ തരത്തിൽ നമുക്ക് സിനിമയ്ക്കകത്തൂടെ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മഞ്ഞുമലയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഗോകുലം ഗോപാലിനെ ഇന്ന് ഇ ഡി പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇ ഡി പിടിച്ചുകൊണ്ട് പോയി പ്രധാനമായിട്ടും ഈ മഞ്ഞുമലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. കാരണം ഈ മഞ്ഞുമലയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 25 കോടിയാണ് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നത്. ഈ തമിഴ്നാട്ടിൽ ബി ക്ലാസ്, സി ക്ലാസ് ഒരുപാട് തിയേറ്ററുകളുണ്ട്. ഈ ബി ക്ലാസ്, സി ക്ലാസ് തിയേറ്ററിനകത്ത് ഈ ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ഇല്ല. അപ്പൊ അവിടെ എത്ര വരുന്നു, എത്ര അക്കൗണ്ടിൽ കയറുന്നു എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതൊക്കെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പൃഥ്വിരാജിന് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നമുക്ക് തോന്നുന്നത്. അതായത് പൃഥ്വിരാജ് 2 സിനിമകളിൽ അഭിനയിച്ചത് നായക നടനായിട്ട് മാത്രമല്ല, സഹനിർമ്മാതാവ് കൂടെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ കാശ് മേടിച്ചിട്ട്, ഞാൻ സഹനിർമ്മാതാവാണല്ലോ, നായകന്റെ കാശ് ഞാൻ മേടിച്ചിട്ടില്ല, നിർമ്മാതാവിന്റെ കാശാണ് മേടിച്ചിരിക്കുന്നത്, അപ്പൊ നിർമ്മാതാവിന് ഇന്ന ചെലവുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ടാക്സ് അതിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയ്ക്കുള്ളിലെ ഇത്തരത്തിലുള്ള ഈ നികുതി വെട്ടിപ്പ് നടക്കുന്നത്, എങ്ങനെ കാണുന്നു അതിനെ? ഇത് എന്റെ പരിമിതമായ അറിവ് വെച്ചും ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചു വെച്ചും നോക്കുമ്പോൾ ഇപ്പം ഈ ഗോകുലം ഗോപാലിനെതിരെ വന്ന കേസ് മറ്റേ മഞ്ഞുമൽ ബോയ്സിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അതിന്റെ ഒരു സഹനിർമ്മാതാവായ ഒരു ആള് തമിഴ്നാട്ടിലെ ബി ക്ലാസ്, സി ക്ലാസ് തിയേറ്ററുകളിൽ പോയിട്ട് ഫുൾ വേക്കന്റ്, അതായത് തിയേറ്റർ വർക്ക് ചെയ്യുന്നില്ല, ഫുൾ വേക്കന്റ് ആയിട്ടുള്ളതിന്റെ വീഡിയോ ലൈവ് കൊടുത്തിട്ടുണ്ട്. അതായത് പക്ഷെ തിയേറ്റർ ഫുൾ ആണെന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പം വെറും ആളില്ലാത്ത തിയേറ്ററിൽ നിന്ന് വരെയും ഇവര് കോടാനുകോടികൾ ഇങ്ങനെ കളക്ഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് 200 ക്രോഡ്സ്. ആ സമയത്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. കാരണം അന്ന് ആ സമയത്ത് ഈ ഇന്ത്യൻ ഇലക്ഷൻ, അതായത് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്ന സമയമായിരുന്നു. അതിന് തൊട്ട് മുമ്പ് ആ തുടക്കുന്ന ഏകദേശം 1000 കോടിയാണ് മലയാള സിനിമയിൽ മാത്രം കളക്ഷൻ ഉണ്ടായത്. അത് കുറേ പടങ്ങൾ, അതായത് 150 ക്രോഡ്സ്, 200 ക്രോഡ്സ്. അത് ഹോക്സ് എന്ന് ഒരു നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് ഹോക്സ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പാറ്റേൺ അറിയാം. അതായത് ഇപ്പൊ ഒരു നമുക്ക് ലെറ്റസ് ഒരു 100 രൂപയുടെ ഒരു ടിക്കറ്റ് ഞാൻ പോയിട്ട് ഒരു 100 രൂപ, 120 രൂപ ടിക്കറ്റ്, 100 രൂപ ടിക്കറ്റ് എടുത്തു എന്ന് വിചാരിക്കും. അത് നമുക്ക് കണക്ക് കൂട്ടാനുള്ള എളുപ്പത്തിൽ. അതിൽ 27%, അതായത് 27 രൂപ സർക്കാരിന് ടാക്സ് പോകും. അപ്പം ബാക്കി എത്ര ഉണ്ട്? 73 രൂപയുണ്ട്. ഈ 73ന്റെ 60% നിർമ്മാതാവിന് കിട്ടുള്ളൂ. അതായത് 73 രൂപയുടെ 60% നിർമ്മാതാവിന് കിട്ടുള്ളൂ. ബാക്കി 40%, അതായത് 73ന്റെ 40% തിയേറ്റർ ഉടമയ്ക്കും ഡിസ്ട്രിബ്യൂട്ടർക്കും ഒക്കെ ആയിട്ട് പോകും. അപ്പം നമുക്ക് ഒരു റഫ് കാൽക്കുലേഷനിൽ 73ന്റെ 60% ലെറ്റസ് ഒരു 43 to 44 റുപ്പീസ്, അതായത് 44 രൂപ, അല്ലെ നമുക്ക് കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് 45 കിട്ടും, കുഴപ്പമില്ല. അതായത് 43 രൂപ സംതിങ് വരുള്ളൂ. ഒരു 100 രൂപ ടിക്കറ്റ് എടുത്താൽ 45 രൂപ പ്രൊഡ്യൂസർക്ക് കിട്ടും. അപ്പോ എന്റെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, അതായത് 100 കോടി മുടക്കി നമ്മളൊരു പടം എടുത്തു. 100 കോടി മുടക്കി ഒരു പടം എടുത്താൽ എത്ര കോടി രൂപ തിയേറ്റർ കളക്ഷൻ കിട്ടിയാൽ ഇദ്ദേഹത്തിന്
ഇതിന്റെ മേക്കിംഗ്, അതായത് മുടക്കിയ പൈസ കിട്ടും. അതായത് അതായത് 100 കോടി 100 കോടി രൂപ കിട്ടിയാലും 45 കോടി രൂപ കിട്ടുള്ളൂ, അല്ലേ? ഉം, ഉം. 100 അപ്പൊ കോടി 2 രൂപ ടൈംസ് കിട്ടിയാൽ കളക്ട് ചെയ്യണം. 45 100 കോടി. കോടി മുടക്കുകയാണെങ്കിൽ 200 കോടി, ഒരു 250 കോടി കളക്ട് ചെയ്താൽ മാത്രമേ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ഷെയർ എന്ന് പറഞ്ഞ രീതിയിൽ 100 കോടി തിരിച്ചു കിട്ടും. പിന്നീട് ലാഭം വരണമെങ്കിൽ ഒരു 300 കോടി കളക്ട് ചെയ്യണം. അല്ല, ഒരു 220 225 ഉം, കോടി ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന 100 കോടി ഈ പറയുന്ന 43% വെച്ച്, അല്ല 45 കൂട്ടി, നമ്മൾ എളുപ്പത്തിന് കൂട്ടി 45 വെച്ചിട്ട് നമുക്ക് എടുക്കാം. അതായത് ഓക്കെ. 100 കോടി മുടക്കുന്ന ഒരു പടത്തിന് 220 കോടി കിട്ടണം. അപ്പൊ ഇവര് പറയുന്ന കാര്യം, പിന്നെ അടുത്തവർ പറയുന്ന സാറ്റലൈറ്റ് OTT. അതായത് ഈ സാറ്റലൈറ്റിനും OTTക്കും നമുക്ക് കിട്ടുന്ന തുക, ഇന്ത്യ കിട്ടുന്ന തുക നമുക്കറിയാം എത്ര കിട്ടും. അതിൽ ഫാബ്രിക്കേഷൻ ഒന്നും കാണിക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ വരുന്നത് വിദേശത്തുനിന്ന് വരുന്ന പൈസ. നിങ്ങൾ ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഡെങ്കൽ എന്ന് പറഞ്ഞ നമ്മുടെ അമീർ ഖാന്റെ ഒരു പടം പണ്ടിറങ്ങി. ചൈനയിൽ നിന്ന് മാത്രം ഏകദേശം 1300 കോടി കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതേപോലെ പണ്ട് നിങ്ങൾ ഇവിടുത്തെ രജനീകാന്ത് ഫാൻസ് സമ്മതിക്കുമെന്ന് അറിയത്തില്ല, ജപ്പാനിൽ നിന്ന് രജനീകാന്തിന് ഇഷ്ടംപോലെ കളക്ഷൻ കിട്ടാറുണ്ടായിരുന്നു പണ്ട്. ചൈനയിൽ നിന്ന് പല ഹിന്ദി പടങ്ങൾക്ക് ഇഷ്ടംപോലെ കളക്ഷൻ കിട്ടാറുണ്ടായിരുന്നു. അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് മലയാളം ഹിന്ദി പടങ്ങൾക്ക് കിട്ടാൻ, എന്തിന് പാകിസ്ഥാനിൽ വരെയും ഇന്ത്യൻ പടങ്ങൾ ഹിറ്റായി കോടാനുകോടികൾ ആർക്ക് കിട്ടിയിട്ടുണ്ട്? നമ്മുടെ നിർമ്മാതാക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന കളക്ഷന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെയല്ലെന്ന് പറയണമെങ്കിൽ ആ രാജ്യങ്ങൾ തരുന്ന ടാക്സിന്റെ ഒരു കണക്ക് വേണം. ഇപ്പൊ നമ്മൾ പാകിസ്ഥാൻ, ഒരു ഉദാഹരണത്തിന് പാകിസ്ഥാനിൽ ഒരു ഹിന്ദി പടം റിലീസ് ഉണ്ട്, പാകിസ്ഥാനോട് ചോദിക്കുക അവിടുന്ന് 1000 കോടി കിട്ടിയെന്ന് നമുക്കൊരു കണക്കുണ്ടല്ലോ, ആ കണക്ക് എവിടെ? അവർ നമുക്ക് കണക്ക് തരും. കാരണം അവരുടെ ഇവിടെയുള്ള എലിമെന്റ്സിന് വേണ്ടിയിട്ടാണ് ഈ പൈസ ഈ പെർസെൻറ്റേജ് വൈസിൽ ഇവിടെ ഇറക്കി കൊടുക്കുന്നത്. അതായത് അതിലൊരു കമ്മീഷൻ വ്യവസ്ഥയേ ഉള്ളൂ, അല്ലാതെ അവിടുന്ന് പൈസ വെറുതെ ഇതിന്റെ നിർമ്മാതാവിനെ നന്നാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പൈസയല്ല. അതായത് കമ്മീഷൻ വ്യവസ്ഥയിൽ ഇവിടെ എത്തിച്ച് ഇവിടെ അവരുടെ അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയാം, ഇപ്പൊ ഒരു പടം നിർമ്മിക്കുകയാണെങ്കിൽ, അപ്പൊ ഞാനൊരു 100 കോടി രൂപയുടെ ഒരു പടം നിർമ്മിക്കാൻ വിചാരിച്ചു. എൻ്റെ കയ്യിൽ 10 കോടി രൂപയുള്ളൂ എന്ന് വിചാരിക്കാം. ഒരു രസത്തിന് പറയുമ്പോൾ ഒരു 10 കോടി എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 10 കോടി എൻ്റെ കയ്യിലുണ്ട്, എനിക്കൊരു വലിയ ബാനറും ഒരു വലിയ നടനും ഉണ്ട്. അപ്പൊ ഞാൻ പറയും, ഞാൻ ഇങ്ങനെ ഒരു പടം അനൗൺസ് ചെയ്തു. പടം എത്രയാണേലും ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു 200 കോടി 250 കോടിയുടെ പടമാണ്. എൻ്റെ ആദ്യത്തെ പടം പോലെയല്ല, ഈ പടം ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, ആദ്യത്തെ ഇതുപോലെ ഹിറ്റായോ എന്നറിഞ്ഞിട്ട് വേണമായിരുന്നു എനിക്ക് രണ്ടാമത്തെ എടുക്കാൻ. താങ്കൾക്ക് കോടി വരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പം ഈ രണ്ടാമത്തെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ പടം ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗ്ലോബലി എന്ത് ചെയ്യും, ഗ്ലോബലി ഉള്ളൊരു മാർക്കറ്റ് ചെയ്യും. അപ്പോൾ അതിനെന്ത് വേണം? ഇവന്മാർ പറയും, ഈ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും എൻ്റെ പടത്തിന് ഷൂട്ടുണ്ട്, നിങ്ങൾ ആ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ എത്രമാത്രം ആവശ്യം ഉണ്ടായിരുന്നു അവിടെ പോകുന്ന ഈ പറയുന്ന സർവമാന രാജ്യങ്ങളിലും ചാർട്ടേഡ് വിമാനങ്ങൾ പിടിച്ചു പോകേണ്ട ആവശ്യം എന്തുണ്ട് എന്നുള്ളത് ഒക്കെ വേറെ മാറ്റിവെക്കും. അതായത് സ്ക്രിപ്റ്റ് പ്രകാരം ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ഷൂട്ടുണ്ട്, അവിടെയെല്ലാം ഭയങ്കര എക്സ്പെൻസ് ആയി എന്ന് പറയും. എന്നിട്ട് ഇവർ ഏതെങ്കിലും ഈ ടാക്സ് ഹെവൻ, അതായത് ഇപ്പം വെസ്റ്റ് ഇൻഡീസിലുള്ള ഏതെങ്കിലും ഐലൻഡുകളാവാം, ഇതെല്ലാം മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ ഖത്തർ, UAE-യിലും അതേപോലെ റസൽ ഖൈമയിലും ഒക്കെയുള്ള, റസൽ ഖൈമ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടെയുള്ള റാസൽ ഖൈമയിലുള്ള പേപ്പർ കമ്പനികളൊക്കെ ഇത് ചെയ്യും. അതായത് നമ്മൾ കുറെ കമ്പനികൾ ഉണ്ടാക്കിയിടും. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ സർവമാന വിദേശ രാജ്യങ്ങളിലും പോവുകയും അതേപോലെ തന്നെ അവിടുത്തെ ഷൂട്ടിംഗ് കോസ്റ്റുകൾ ബെയർ ചെയ്യുന്ന ഈ പറയുന്ന ഈ കടലാസ് കമ്പനികളായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഷൂട്ടിംഗ് കോസ്റ്റ് 5 കോടി ആയി കഴിഞ്ഞാൽ അവിടുത്തെ ഷൂട്ടിംഗ് കോസ്റ്റ് 10 കോടിയോ 12 കോടിയോ കാണിക്കും, അല്ലെ 15 കോടി എഴുതി പിടിപ്പിച്ചിട്ട് അത് നമുക്ക് ഇതെല്ലാം തിരിച്ചു കൊടുക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബെയർ ചെയ്ത ആളുടെ ഇന്ത്യൻ അക്കൗണ്ടിലോ അല്ലെ വിദേശത്തുള്ള ഒരു അക്കൗണ്ടിലോ കൊടുത്തിട്ട് ലീഗലായിട്ട് ഇന്ത്യയിലോട്ട് കെടുത്താൻ പറ്റും. അതായത് ഇപ്പം ധനുഷ് ആണ് എൻ്റെ ഒരു കടലാസ് കമ്പനിയുടെ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധനുഷ് എനിക്കൊരു 5 കോടി തന്നു, ഞാൻ അവിടെ ഷൂട്ട് ചെയ്തു, ധനുഷ് ഞാൻ 15 കോടിയുടെ ഒരു ചെക്ക് തരുന്നു, അല്ല ചെക്കല്ല 15 കോടിയുടെ ഒരു കരാർ നമ്മൾ തമ്മിൽ ഉണ്ടാക്കുന്നു. ഈ പടം ഇത്ര പെർസെൻറ്റേജ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗോസ്റ്റ് പ്രൊഡ്യൂസർ എന്നുള്ള പോലെ വന്നിട്ട്, ഞാൻ പർട്ടിക്കുലർ ഒരു ഫിലിമിനെ കുറിച്ചല്ല പറയുന്നത്, ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് നിങ്ങളുടെ കമ്പനിയിൽ ഞാൻ ഇന്ത്യയിലോട്ട് ഈ പടത്തിന്റെ റിലീസിന് ശേഷം ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയുന്നു. അപ്പൊ നോക്കുമ്പോൾ എന്താണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന നിലയിൽ പ്രൊഡ്യൂസർ ആയിട്ടിരുന്ന ആ കടലാസ് കമ്പനിയുടെ ഓണർക്ക് കൊടുത്ത ഒരു പൈസയാണ് അതിൽ ലീഗലായിട്ട് തെറ്റൊന്നും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ആക്ച്വലി
ഇതിനെല്ലാത്തിനും പകരമുള്ള പൈസ എന്ത് ചെയ്യും? ഇങ്ങനത്തെ പടം എടുക്കുന്നവരെ വിദേശ അക്കൗണ്ടുകളിൽ, അതായത് ബന്ധങ്ങളുള്ള. ഇപ്പൊ ധനുഷ് എന്നോട് പറഞ്ഞു, ഇപ്പൊ ഇംഗ്ലണ്ടിലൊരു ഏതൊരു സിനിമ, അതായത് ഇപ്പൊ എമ്പുരാന്റെ കാര്യമെന്ന് തോന്നുന്നു അല്ലെ, അതെ അതെ ഒരു മെട്രോ ബ്ലോക്ക് ചെയ്യാൻ പോസിബിൾ ആണ്. അതായത് ഇന്ന് ഇന്ത്യയിലോട്ട് വിദേശത്തുനിന്ന് പൈസ കിടത്തേണ്ടത് ഈ ഇംഗ്ലണ്ടിൽ ഇരിക്കുന്നവരുടെയും ഖത്തറിൽ ഇരിക്കുന്നവരുടെയും മിഡിൽ ഈസ്റ്റ് ഇരിക്കുന്നതും ചിലരുടെ ആവശ്യമാണ്. എസ്പെഷ്യലി ഇന്ത്യയിലെ NGOസിനെ എല്ലാം ബ്ലോക്ക് ചെയ്തു. അതേപോലെ തന്നെ ഈ ഹവാല ട്രാക്ക് മൊത്തം പൊക്കി. അപ്പം പിന്നെ ഇംഗ്ലണ്ടിലുള്ള, ഇപ്പൊ നമ്മളിപ്പോ പറയില്ല, ഈ ഇലക്ഷൻ ഇടപെടാൻ വേണ്ടിയിട്ട് ജോർജ് സോറോസ് ഫണ്ട്, ബിൽ ഗേറ്റ്സിന്റെ മിലാൻഡ ഗേറ്റ് ഫൗണ്ടേഷൻ ഒക്കെ ഫണ്ട് ഇറക്കി. അപ്പൊ അവർക്ക് ഫണ്ട് ഇറക്കാനുള്ള മാർഗം ഇതുമാണ്. അപ്പൊ അവർ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ, ഈ ഒരു പർട്ടിക്കുലർ സിനിമയെ കുറിച്ച് ഞാൻ പറയാൻ ആളല്ല, അത് അതെ, ചിലപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള എമ്പുരാനെ കുറിച്ചല്ല പറയുന്നത്, ഇതുപോലെ പടങ്ങളിലേക്ക് ഫണ്ട് ഇറക്കാം എന്നാണ് പറയുന്നത്. ഇറക്കാം. അതെ, അപ്പം അവർക്ക് ഏതെങ്കിലും ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് ഒരു ജോർജ് സോറോസിന് ഒരു താല്പര്യമുണ്ട്, അപ്പം അയാൾക്ക് ഇന്ത്യയിലോട്ട് കുറച്ച് 10-100 കോടി ഇറക്കണം എന്ന് വിചാരിക്കാം. ഇതുപോലെ ഒരു പടത്തിന്റെ ഒരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ അയാള് ലണ്ടനിലെ മെട്രോ അല്ല, വേണമെങ്കിൽ ബിഗ് ബെന്നിന്റെ മുകളിൽ കയറിയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഇതാക്കി കൊടുക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ഈ പറയുന്ന പഴയ ഗ്ലോബൽ ഡീപ്പ് ലെഫ്റ്റ് ലിബറൽ പ്ലേയേഴ്സിന് ഇപ്പോഴും ഉണ്ട്. അവരുടെ ചാനലുകളായിരുന്നു BBC പോലെയുള്ള ചാനലുകൾ, അതുപോലെ തന്നെ അങ്ങനെ കുറെ ചാനലുകളുണ്ട് ഇവരുടെ ചാനൽ. അപ്പം ആ ചാനലുകളിലോ ഇവർക്ക് ബന്ധങ്ങൾ ഉണ്ടാവാം, ഇവർക്ക് അതിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് ബന്ധങ്ങൾ ഉണ്ടാവാം, എന്ത് വേണേലും ആവാമല്ലോ. അപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ ഇതിനെ കുറിച്ചല്ല, ഇപ്പം നമുക്ക് ഒരു ഇത് ഇങ്ങനെ ഒരു ഫണ്ട് വെളുപ്പിക്കണമെങ്കിൽ സിനിമ വളരെ നല്ലൊരു മാർഗമാണ്. അത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു 100 കോടി രൂപയുണ്ട്, ധനുഷിന്റെ കയ്യിൽ 100 കോടി രൂപയുണ്ട്. ഞാൻ വന്നിട്ട് ധനുഷോട് പറയാം, ധനുഷ് 100 കോടി രൂപയുടെ ഒരു കഥയുണ്ട്, നമുക്ക് എടുക്കാം എന്ന് പറയുകയാണ്. ധനുഷിനറിയാം ഈ 100 കോടി മുടക്കി കഴിഞ്ഞാൽ എനിക്ക് 220 കോടി കിട്ടിയാലേ എന്റെ മുടക്ക് മുതൽ തിരിച്ചു കിട്ടുള്ളൂ. പിന്നെ എനിക്ക് OTT, സാറ്റലൈറ്റ്, പിന്നെ ഗ്ലോബൽ വല്ല ഓടിയ അതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു 300-350 കോടി കിട്ടിയാലേ ഈ 100 കോടിക്ക് എനിക്ക് ഒരു മുതലൊക്കുള്ളൂ. ഒരു ധനുഷ് ആണെങ്കിൽ ആ പടം നിർമ്മിക്കാൻ നിൽക്കില്ല, മലയാളത്തിൽ നിൽക്കില്ല. കാരണം ഈ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇൻഡസ്ട്രിയാണ്. ഇത് വെച്ചിട്ട് ഈ പറയുന്ന ഈ 100 കോടിയോ വെറും 100 കോടി മുടക്കിയാൽ തിരിച്ചു കിട്ടാനെങ്കിൽ ഒരു 400 കോടി തിരിച്ചു കിട്ടിയാലേ നമുക്ക് എല്ലാ സാറ്റലൈറ്റ്, OTT, അതേപോലെ തന്നെ ഈ ഗ്ലോബൽ കളക്ഷൻ, ഇതിലെല്ലാത്തിനും കളി നടക്കുന്ന ഈ ഗ്ലോബൽ കളക്ഷനിലാണ്. ഈ പഴയ പോലെയൊന്നുമല്ല ഇന്ത്യ. ഈ ഗ്ലോബൽ കളക്ഷൻ ആണ് ഇതിലെല്ലാത്തിലും സംഭവം. അപ്പൊ കേരളത്തിൽ നിന്ന് ഇപ്പം പല സിനിമകൾ 250-300 കോടി കടന്നെന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ കിട്ടുന്ന കളക്ഷൻ കുറവാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ലണ്ടനിൽ നിന്ന് കിട്ടിയത് $5 മില്യൺ ആണ്, അല്ലെങ്കിൽ 5 മില്യൺ പൗണ്ടാണ്. അത് ഇങ്ങോട്ട് വരുമ്പോഴേക്കും അതിന്റെ മൂല്യം മാറിയല്ലോ. അപ്പൊ മൂല്യം മാറുമ്പോൾ ഇവിടത്തേക്കാട്ടിലും കളക്ഷൻ കൂടുതൽ കിട്ടും. ഇപ്പോ അമേരിക്കയിൽ നിന്ന് $1 മില്യൺ ആണ് കിട്ടിയത്, അത് ഇങ്ങോട്ട് വരുമ്പോൾ മൂല്യം മാറി. അങ്ങനെയാണ് ഇവർ കളക്ഷൻ കൂട്ടിയെടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് അവിടെ ഒന്നും ഇപ്പൊ ഞാൻ പുറത്തുള്ള വിദേശത്തൊക്കെ ഉള്ള കുറെ കൂട്ടുകാരുണ്ട്. അപ്പൊ ഇവരോട് ഞാൻ ഓരോ പടത്തിന് കാണാൻ പോയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എടാ തിയേറ്ററിൽ ആളുണ്ടോ? എടാ അന്നുമില്ലടാ, പുറത്തൊക്കെ നമ്മുടെ നാട്ടുകാർ കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ കാണും. നമ്മൾ പോയിരിക്കും, തിയേറ്റർ ഓൾമോസ്റ്റ് കാലിയായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഇന്ത്യക്കാരുടെ ഒരു അസോസിയേഷൻ ഒക്കെ എടുത്തിട്ട് പടം കാണാൻ പോകും. ചിലപ്പോൾ തിയേറ്റർ തന്നെ ബുക്ക് ചെയ്തിട്ട് പോകും, അതിലൊക്കെ ആളുണ്ടാവും. എങ്കിലും മുന്നിൽ എവിടെയെങ്കിലും ഒക്കെ കുറെ സീറ്റ് കാലിയുണ്ടാവും. സാധാരണഗതിയിൽ ഇത് പ്ലേസ് ചെയ്യുന്ന ഒരിടത്തും ഹൗസ്ഫുൾ ഷോസ് ഒക്കെ വളരെ റെയർ ആണ്. ചിലപ്പോൾ ചില പടങ്ങൾക്ക് ഉണ്ടാവാം. ഇവർ ഈ വിദേശത്തുള്ള ഗ്ലോബൽ ആയിട്ടുള്ള ഇവരുടെ ഈ പറയുന്ന കളക്ഷൻ കാണിക്കുന്ന ഒരു 90% ഫാബ്രിക്കേറ്റഡ് കളക്ഷൻസ് ആണ്. പക്ഷെ അത് ഇത്രയും കാലം നടന്നതെന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം ED കഴിഞ്ഞ തവണ ഗോപാലിനോടൊക്കെ ചോദ്യം ചെയ്തത് മറ്റേ മഞ്ഞുമൽ ബോയ്സോ അല്ലെ അതിനു മുമ്പ് 1-2 പടങ്ങൾ വലിയ ഹിറ്റായി കാണിച്ച് അതിന്റെ എല്ലാം ഇത് പ്രകാരമാണെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പം അതിനുശേഷം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു അവയർനെസ് EDക്കുണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല മലയാളം പോലെ ഇൻഡസ്ട്രിയിൽ 150-200 കോടി മുടക്കി ഒരു പടം വരിക എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ അതിന് പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് ഒന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. തുടക്കത്തിൽ അവർക്കറിയാം സംതിങ് ഫിഷ്. അത് ഇവർക്ക് നിത്യതൊഴിൽ അഭ്യാസം. അല്ലാതെ ഇവിടുന്ന് 10ാം ക്ലാസ്സും ഗുസ്തി അല്ലെങ്കിൽ 4 ഇംഗ്ലീഷ് പുസ്തകം വായിച്ച് ഇലുമിനാറ്റിനെ കുറിച്ച് പഠിച്ചിട്ടോ, അല്ലെങ്കിൽ ലോകം മൊത്തമുള്ള സീക്രട്ട് സൊസൈറ്റികളെ കുറിച്ച് പഠിച്ചിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലോബൽ ഗ്രൂപ്പുകളുടെ ഏതെങ്കിലും ഒരു വക്കയില് നമുക്കൊരു കണക്ഷൻ കിട്ടുമ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ, അല്ല മിലാൻഡ ഗേറ്റ് ഫൗണ്ടേഷനോ അല്ല ഫോർഡ് ഫൗണ്ടേഷനോ പോലെയുള്ളവരുമായിട്ട് എന്തെങ്കിലും ഒരു ലിങ്ക് കിട്ടിയാലൊന്നും ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒരു പുല്യം മനസ്സിലാവില്ല. കാരണം ഇവരെ സംബന്ധിച്ച്
രാജ്യങ്ങളെ വരെ അവർ യൂസ് ചെയ്യുന്നു വെറുതെ. അതായത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, ഇതെല്ലാം ഇവരുടെ ആൾക്കാരാന്ന് പറയുമ്പോൾ ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്തെ ഒരു പൊട്ടനെ കൊണ്ടുപോയി അതിന്റെ പ്രസിഡന്റ് ആക്കി വെച്ചിട്ട് രാജ്യത്തെ മുടിച്ച് തേച്ച് കഴുകി വീതിച്ചെടുത്തവന്മാരാണ് ഇവര്. അവിടെയാണ് ഈ പറയുന്ന ഞാഞ്ഞൂല് പരുവത്തിലുള്ള ഇന്നലെ ഒന്നോ രണ്ടോ ബുക്കൊക്കെ വായിച്ച്, അല്ലെ നല്ലോണക്ക് കുറച്ച് ഇംഗ്ലീഷ് പറയോ, അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ അറിയോ, അല്ലെ ഇന്റലക്ച്വൽ ചമയാൻ അറിയാവുന്ന കുറച്ച് ആൾക്കാർ വന്നിട്ട് ഞങ്ങളെല്ലാം അവരുടെ ആളാന്ന് പറയുമ്പോൾ അതിൽ ഒരു കോമഡി മാത്രമേ ഉള്ളൂ. അത് കോമഡി ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, സാധാരണ ആൾക്കാർ അതിനെക്കുറിച്ച് തിയറി ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഈ രാജ്യം പീസ് പീസായിട്ട്, അതായത് ഉക്രൈൻ നിങ്ങൾ നോക്കൂ, പീസ് പീസായിട്ട് കീറിക്കളഞ്ഞ, അല്ലെ പല രാജ്യങ്ങളും നശിപ്പിച്ച ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് വ്യക്തികളുടെ എന്റെയോ നിങ്ങളുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു വലിയ ആർട്ടിസ്റ്റിന്റെയോ ജീവനോ അവരുടെ അഭിമാനത്തിനൊന്നും ഒരു വിലയൊന്നുമില്ല. അവര് ആ സമയത്തെ കാര്യം നടക്കാൻ വേണ്ടി അത്ര പറയും, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തൊരു സ്റ്റേ ഇല്ല. ഈ ഇന്ത്യൻ സിനിമയുടെ ഗ്ലോബൽ കളക്ഷൻസ് കൃത്യമായിട്ട് ഇപ്പം ഗവൺമെന്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആ മോണിറ്റർ ചെയ്യുന്നതിന്റെ പേര് തന്നെയാണ് ഇതുപോലത്തെ റെയ്ഡുകൾ നടക്കുന്നത്. ഈ റെയ്ഡുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെയ്ഡ് അല്ല, നമ്മൾ വിചാരിക്കും ഏതെങ്കിലും ഒരു കേസിലല്ല ആ റെയ്ഡ് നടക്കുന്നത്, അതിന് ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. പക്ഷെ ഈ മണി ട്രാക്ക് കണ്ടിന്യൂസ് ഫ്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ പഴയ ഒരു പടത്തിന്റെ, അതായത് ഒരു 5 കൊല്ലം മുമ്പ് ഒരു പടത്തിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം ആണെങ്കിൽ പോലും പ്രസന്റ് ആയിട്ടുള്ള ഒരു മണി ട്രാക്കിൽ വന്ന് നിൽക്കും. കാരണം കമ്പനികളൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? അതായത് ഞാൻ 5 വർഷം മുമ്പ് ഞാനൊരു കേസിൽ പെട്ടു, ഞാൻ ആ കേസ് അതേ കമ്പനിയാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നതെങ്കിൽ. പക്ഷെ ഇപ്പോൾ ഈ തവണത്തെ എനിക്കറിയാൻ കഴിഞ്ഞത് 2021 ശേഷം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് 6 2 8 9 കമ്പനികൾ, അന്നേരം ആ ഒരു 3 കമ്പനികൾ ആദ്യം ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് ഒരു 6 കമ്പനി സബ്സിഡറി കമ്പനീസ്, 6 7 സബ്സിഡറി കമ്പനീസ് ഉണ്ടാക്കി. അതുവഴി ചില ഡീലുകൾ നടത്തി എന്നുള്ള ഒരു വിവരം ഇഡിക്ക് ഉണ്ട്. ആ ഡീൽസ് ആണ് നിലവിൽ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പുറകെ ബാക്കി കാര്യങ്ങളും അന്വേഷണത്തിൽ പരിധിയിൽ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇത് ആ കേസ് ആയതുകൊണ്ട് അതിനെ മാത്രം ബാധിക്കോളൊന്നൊന്നുമില്ല. ഒരു മലയാള സിനിമാ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു ആവശ്യമുണ്ട്. ഹിന്ദി സിനിമാ മേഖല ഏകദേശം ശുദ്ധീകരിക്കപ്പെട്ടു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പടം എടുക്കാം. ഇപ്പൊ ഗുജറാത്ത് റൈറ്റ്സ് വന്നതിലൊന്നും ഒരു തെറ്റൊന്നുമില്ല. ഗുജറാത്തിൽ എന്താണ് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാക്ട്സ് കൃത്യം കാണിക്കണം. അത് തെറ്റ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഗോദ്രയിൽ നടന്നത് എന്താണെന്നും കൂടെ കാണിച്ചെന്ന് വെച്ച് ഇവിടെ ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാകാനൊന്നും പോകുന്നില്ല. പിന്നെ അതേപോലെ പക്ഷെ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാജ്യത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുകളെ ചോദ്യം ചെയ്യുന്ന, ഏജൻസികളെ ചോദ്യം ചെയ്യുന്ന, രാജ്യത്തിന്റെ നമ്മുടെ സ്റ്റാറ്റസിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തെ ഡീഗ്രേഡ് ചെയ്യുന്ന, അത് 10 20 വർഷത്തിന് ശേഷം ഇപ്പോഴും ഒരു റെലവൻസ് ഇല്ലാത്ത കാര്യം രാജ്യത്തൊരു വലിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു മോബ് വയലൻസിലോട്ടൊക്കെ നയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്ന് അറിഞ്ഞ് ഇതൊക്കെ മാറി നിൽക്കണം. ഇപ്പം എനിക്കിപ്പോ പറയാനുള്ള മലയാള സിനിമാ മേഖലയിലുള്ളവർ കുറച്ചുകൂടെ ഒരു രാജ്യത്തോടുള്ള കൂറും നാഷണലിസവും ഒക്കെ കാണിക്കാം. വർത്തമാനത്തിനൊന്നും പോരാ. നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ആരാധിക്കുന്നുണ്ട്. ഞാൻ മോഹൻലാലിന്റെ ഒന്നും ഒരു പടം വരെ ഇന്നുവരെ കാണാതിരുന്നിട്ടില്ല. വേറെ ഭാഷയിലുള്ളതാണെങ്കിലും കാണാതിരുന്നിട്ടില്ല. എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിനോട് കണ്ടിട്ടുണ്ടോ? ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്. അതായത് ഹരിഹരൻപിള്ള ഹാപ്പിയാണ് എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന പൊട്ടിയതും ഒന്നിനും കൊള്ളൂലാത്ത പടം വരെ മോഹൻലാലിന്റെ പടമാണെന്ന് പറഞ്ഞ് പോയി കണ്ട ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയാണ്, എനിക്ക് മോഹൻലാൽ മാത്രമല്ല മലയാള സിനിമയിലുള്ള എല്ലാവരോടും പറയുന്നത് ഒരു നാഷണലിസ്റ്റ് ആയിട്ടുള്ള വ്യൂവിൽ പോകണം. രാജ്യമാണ് നിങ്ങൾക്ക് തോന്നുന്നത്, രാഷ്ട്രീയം എന്ത് വേണമെങ്കിലും പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു. പക്ഷെ ഹിസ്റ്റോറിക്കലി അത് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ നോക്കരുത്. നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നത് ഒരു ഞങ്ങളുടെ രാജ്യത്തിനേക്കാളും വലുതല്ല ഒരു സിനിമാക്കാരനും. അതിപ്പോ നാളെ ഞാൻ സിനിമയിൽ അഭിനയിച്ചാലും ശരി, വേറൊരാൾ സിനിമ അഭിനയിച്ചാലും സിനിമയല്ല വലുത്, രാജ്യമാണ് വലുത്. അതിനപ്പുറത്തുള്ള ഒരു കളി ആര് കളിച്ചാലും അവരെ കൂട്ടണം. അതിപ്പോ ആരാണേലും വേണ്ടില്ല. അതിപ്പോ നാളെ ഞാനാണേലും ശരി, ധനുഷാണേലും ശരി, ഈ പറയുന്ന സൂപ്പർ സ്റ്റാർസ് ആരാണേലും ശരി, രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ രാജ്യത്തിനെ ബാധിക്കുന്ന ഒരു കേസ് നിൽക്കാൻ പറ്റും. താങ്ക് യു സാർ.